അവിശ്വസനീയ പ്രകടനത്തിലൂടെ എന്നും മലയാളികളെ വിസ്മയിപ്പിച്ച അഭിനേതാവാണ് ഫഹദ് ഫാസിൽ. ഇന്ന് 42ാം പിറന്നാൾ ആഘോഷിക്കുകയാണ് താരം. പ്രിയ സംവിധായകൻ ഫാസിലിൻ്റെ മകൻ, മലയാളികളുടെ പ്രിയങ്കരൻ. ഇന്ന് തെന്നിന്ത്യൻ സിനിമകളിലും ഫഹദ് വിസ്മയം തീർക്കുകയാണ്. ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന സിനിമാ ഡയലോഗിനെ അന്വർത്ഥമാക്കുന്നതായിരുന്നു ഫഹദിൻ്റെ സിനിമാ ജീവിതം. പിതാവായ ഫാസിലിൻ്റെ കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഫഹദിൻ്റെ അരങ്ങേറ്റം. എന്നാൽ ആ ചിത്രം ഫഹദിന് കാര്യമായ ജനപ്രീതി നേടിക്കൊടുത്തില്ലെന്നു മാത്രമല്ല, അഭിനയത്തിൻ്റെ പേരിൽ ഒരു വിഭാഗം പ്രേക്ഷകരിൽ നിന്നും വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നു. പിന്നീട് സിനിമയിൽ നിന്നും വിട്ടുനിന്ന ഫഹദ് 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2009 ആന്തോളജി ചിത്രമായ കേരള കഫയിലൂടെയാണ് തിരിച്ചുവരവ് നടത്തിയത്. ആദ്യ സിനിമയുടെ പേരിലേറ്റ വിമർശനങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കെല്ലാം തൻ്റെ അഭിനയത്തിലൂടെ മറുപടി പറയുന്ന ഫഹദിനെയാണ് പിന്നീട് പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചത്. ചാപ്പാക്കുരിശ്, 22 ഫീമെയിൽ കോട്ടയം, ഡയമണ്ട് നെക്ലസ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഫഹദ് ശ്രദ്ധ നേടി. അന്നയും റസൂലും, ആമേൻ, ഒരു ഇന്ത്യൻ പ്രണയകഥ, ഇയോബിൻ്റെ പുസ്തകം, ബാംഗ്ലൂർ ഡേയ്സ്, മഹേഷിൻ്റെ പ്രതികാരം, തൊണ്ടി മുതലും ദൃക്സാക്ഷിയും, വരത്തൻ, കുമ്പളങ്ങി നൈറ്റ്സ്, അതിരൻ, ജോജി, മാലിക്, ഞാൻ പ്രകാശൻ തുടങ്ങിയ ചിത്രങ്ങൾ ഫഹദ് ഫാസിൽ എന്ന അതുല്യ കലാകാരൻ്റെ കയ്യൊപ്പ് പതിഞ്ഞവയാണ്. നായകവേഷങ്ങൾ മാത്രമല്ല തനിക്ക് ചേരുക എന്ന് കാണിച്ചുകൊണ്ട് ഫഹദ് പലപ്പോഴും വില്ലൻ വേഷങ്ങളും ഏറ്റെടുത്തു. ഫഹദിൻ്റെ അത്തരം വേഷങ്ങളാണ് മാമന്നനിലെ രത്നവേൽ, പുഷ്പയിലെ SP ബൻവർ സിംഗ് ഷിക്കാവത്ത് എന്നിവ. മാമന്നനിലെ രത്നവേൽ എന്ന വില്ലൻ കഥാപാത്രത്തിൻ്റെ മാസ്മരികതയിൽ വിസ്മയിച്ചു പോയ നിരവധി പ്രേക്ഷകരെ നമുക്ക് കാണാം. നായകനേക്കാൾ ഉയരത്തിലേക്ക്, പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വളർന്നു കയറുകയായിരുന്നു ഫഹദ് ഫാസിൽ എന്ന നടൻ. പ്രായഭേദമന്യേ ഇന്ത്യയിലൊട്ടാകെ തരംഗം തീർത്ത ആവേശത്തിലെ രംഗ എന്ന കഥാപാത്രവും പാട്ടുകളും എല്ലാ പ്രേക്ഷകരും ഇരു കൈ നീട്ടി സ്വീകരിച്ചു എന്നു മാത്രമല്ല, ഫഹദ് എന്ന നടനെ പ്രേക്ഷകരും സിനിമാ താരങ്ങളും അഭിനന്ദനങ്ങളും ആശംസകളും കൊണ്ട് മൂടുകയാണ്. ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ ഇനിയും കഴിയട്ടെ. മലയാളത്തിൻ്റെ സ്വന്തം ഫാഫയ്ക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ.